പത്രവാർത്താസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും പത്രവാർത്താസ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം എൻ്റെ പേര് മരിയ. അപ്പം എന്നോടൊപ്പം ഉള്ളത് സൽമയാണ്. അപ്പം നമുക്ക് കേരളത്തിലെ അതായത് പ്രമുഖ പത്രങ്ങളിലെ വാർത്തകൾ നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. അപ്പം എല്ലാ പത്രങ്ങളിലും മെയിനായിട്ട് നമുക്ക് ഇപ്പോൾ ഇന്നത്തെ വാർത്തയെന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആരായിരിക്കും അതിനുള്ള പുതിയ നടപടികളെ കുറിച്ചാണ്. അപ്പം അതെല്ലാവരും ഡൽഹിയിലേക്ക് പോകുന്ന ചർച്ച ഇന്ന് നടക്കും. അതുപോലെ തന്നെ ആര് മുഖ്യമന്ത്രി ആകുമെന്ന ചോദ്യത്തിന് ഇന്ന് ഉത്തരം കിട്ടുമെന്നാണ് എല്ലാ പത്രത്തിലും പറയുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ പത്രത്തിലെയും പ്രധാന വാർത്ത എന്ന് പറയുന്നത് ആര് മുഖ്യമന്ത്രി ആകും, മുഖ്യമന്ത്രി ചർച്ചയെ കുറിച്ചിട്ടുള്ള വാർത്തകളാണ്. അത് പത്രങ്ങളിൽ മാത്രം നിലനിൽക്കുന്നതല്ല, നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ചോദ്യചിഹ്നമായി കാണുന്ന ഒരു കാര്യമാണ്. കാരണം കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം നേടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആവേശവും സന്തോഷവും ഒക്കെ ആയിരുന്നു. അതായത് പിണറായിക്കെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം, അതുപോലെ CPM എന്ന പാർട്ടി തകർന്നു, അങ്ങനെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ CPM-ന്റെ കടുത്ത തോൽവിനെ കോൺഗ്രസ് തന്നെ കാരണം ഒന്ന് മറയ്ക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അതായത് കോൺഗ്രസ് തന്നെ ഇപ്പം CPM-നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിലല്ല, അതായത് പ്രത്യക്ഷത്തിലല്ലെങ്കിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും ഒരാഴ്ച കൊണ്ട് ജനം ഈ ഭരണം മടുത്തു എന്നാണ് പറയുന്നത്. കാരണം ഒരാഴ്ചയായിട്ട് പോലും ഇപ്പൊ നമുക്ക് ഇതിനു മുന്നേ ഭരണത്തിൽ അവർ ഏറുന്നതിന് മുന്നേ അവർ പറയുകയുണ്ടായത് അവർക്ക് ഭൂരിപക്ഷം ലഭിച്ച് ഭരണത്തിൽ ഏറുകയാണെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങൾ മുഖ്യമന്ത്രി ആര് എന്നൊരു ചോദ്യത്തിന് ഉത്തരം നൽകുമെന്നാണ്. പക്ഷെ ഇപ്പൊ മിനിറ്റുകൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു, ഒരാഴ്ചയായിട്ട് പോലും ആ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിട്ടില്ല എന്നതാണ്. ഇന്ന് അതിനുള്ള ഉത്തരം ലഭിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന. പക്ഷെ എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതിപ്പോ ഇന്നെന്ന് പറഞ്ഞ കുറെ ദിവസമായി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡൽഹിയിലേക്ക് പോകുന്നു. പക്ഷെ അതിന്റെ ഒരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം കുറെ പേർക്ക്, അതായത് കേരളത്തില് പല അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത്. VD സതീശനാകണം, KC വേണുഗോപാൽ ആകണം, അതുപോലെ രമേശ് ചെന്നിത്തല പിന്തുണ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പിന്തുണ VD സതീശന് അഭിപ്രായം ഭൂരിഭാഗം ജനങ്ങൾക്കും ഉണ്ട്. അതുപോലെ തന്നെ KCക്കാണ് ഹൈക്കമാൻഡില് നല്ലൊരു പരിഗണന. ഇത് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നത് KC ആണ്. ഇപ്പൊ രാഹുൽ ഗാന്ധിക്കാണ് അന്തിമമായിട്ടുള്ള തീരുമാനം. അപ്പം 46 MLA-മാരാണ് KC വേണുഗോപാലിനെ പിന്തുണച്ചത്. പക്ഷെ രമേശ് ചെന്നിത്തലയും VD സംബന്ധിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ പിന്തുണ കുറവാണ്. അപ്പോ എന്താകും എന്നുള്ളൊരു ചോദ്യം, ശരിക്കും ആകാംക്ഷയേറിയ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്നത്. അതെ, ഉറ്റുനോക്കുന്നത് ആരായിരിക്കും മുഖ്യമന്ത്രി എന്നാണ്. പക്ഷെ അതിനൊരു പ്രതിപക്ഷ, അതായത് ഇപ്പൊ എല്ലാരും പറയുന്ന പരിഹാസ രൂപയുടെ പറയുന്ന ഒരു കാര്യമാണ് CPM ആണ് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഇപ്പം മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത സത്യപ്രതിജ്ഞയും കഴിഞ്ഞേനെ. പക്ഷെ എന്നിട്ട് പോലും ഇപ്പൊ 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ആരാണ് മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് കോൺഗ്രസിന് ഇതുവരെ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അതായത് VD സതീശനെ കൂടുതലും പിന്തുണയ്ക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പൊ 2021 കോൺഗ്രസ് നല്ല രീതിയിലൊരു കടുത്ത തോൽവിയാണ് നേരിട്ടത്. അതുപോലെയാണ് CPM ഉയർന്നു വന്നിരുന്നത്. അപ്പം ആ സമയത്ത് തകർന്നിരുന്ന പാർട്ടീനെ തിരിച്ചു കൊണ്ടുവന്നു ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നല്ല രീതിയിൽ തിരിച്ചു കൊണ്ടുവരും. അതുപോലെ ഈ കഴിഞ്ഞ 10 വർഷം, കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തില് പിണറായി സർക്കാരിനെതിരെ നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു പ്രതിപക്ഷ നേതാവിന്റെ കർത്തവ്യം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം അത് നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് പൊതുവെ ഉള്ള ഒരു പരിഹാസം. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഒരു ഭാഗത്തുനിന്ന് പരിഹാസം വരുന്നത് VD സതീശൻ നയിച്ച് ഇത്രയും UDF-നെ ഭരണത്തിൽ ഏറിയപ്പോ പിന്നെ ക്രെഡിറ്റ് തട്ടാൻ ബാക്കി 2 ആൾക്കാർ എന്നുള്ളൊരു പരിഹാസം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ജനങ്ങൾക്ക്, അതായത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് VD സതീശൻ നേതൃത്വം കൊടുത്തോണ്ട് തന്നെ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആകട്ടെ എന്നൊരു അഭിപ്രായം ഉള്ളവരുണ്ട്. പക്ഷെ നമ്മുടെ അഭിപ്രായം അല്ല, ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും അതിനൊരു പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് എന്നും നീണ്ടു പോകുമോ എന്നുള്ള കാര്യത്തില് നമുക്കറിയില്ല എങ്ങനെയാണെന്ന്. അപ്പം തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് 8ാം ദിവസം മുഖ്യമന്ത്രി ആരെന്ന അനിശ്ചിതത്വം തുടരുന്നതിനിടെ കേരളത്തിലെ മുതിർന്ന നേതാക്കളെ വിളിപ്പിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അപ്പം മുതിർന്ന നേതാക്കളെ ഇപ്പം കോൺഗ്രസ് ഹൈക്കമാൻഡ് വിളിപ്പിച്ചിരിക്കുകയാണ് ദില്ലിയിലേക്ക്. അപ്പം ഈ ചർച്ചയിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, കേരള കൗമുദിയിലേക്ക് വരികയാണെങ്കിൽ തുടരും മുഖ്യമന്ത്രി ചർച്ച, നേതാക്കൾ കൂട്ടത്തോടെ ഡൽഹിയിലേക്ക് എന്ന ഒരു വാർത്തയാണ് ഇതിലുള്ളത്. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി തീരുമാനം നീളുന്നത് നേതാക്കളിലും അണികളിലും അമർഷം പുകയുന്നതിനിടെ സംസ്ഥാനത്തെ മുതിർന്ന പാർട്ടി നേതാക്കളടക്കം ഡൽഹിക്ക് വിളിപ്പിച്ച് AICC നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു എന്നതാണ്. നമുക്ക് വിളിപ്പിക്കുന്നു, ചർച്ച നടക്കുന്നു, പിരിയുന്നു, ഒരു മറുപടിയും കിട്ടുന്നില്ല. തുടർന്ന് ഇന്നും അങ്ങനെ
ആകുകയാണ്, അനിശ്ചിതത്വത്തിലാകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ജനം ഇതിനെ വെറുക്കും. ഈ ഒരു പാർട്ടി തുടക്കത്തിൽ തന്നെ വെറുക്കുന്ന ഒരു മട്ടാണ് നമുക്ക്. കാരണം CPM-ന്റെ തോൽവിയെ ജനങ്ങൾ മറന്നു. ഇപ്പൊ ഒരു മുഖ്യമന്ത്രി ആരാണെന്ന് പോലും തീരുമാനിക്കാൻ കഴിയാത്ത ഒരു പാർട്ടി എങ്ങനെ കേരളത്തെ 5 വർഷം ഭരിക്കും എന്നൊരു ചോദ്യമാണ് ജനങ്ങൾക്കിടയിൽ. പൊതുവെയുള്ള ഒരു പ്രയാസം CPM-ന്, അതായത് ഇടതുപക്ഷത്തിന് അവരുടെ തോൽവിയിലൊന്ന് വിഷമിക്കാൻ പോലും സമയം ഇവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഒരാഴ്ച കൊണ്ട് പിണറായി വിജയനെ എല്ലാരും മിസ് ചെയ്ത് തുടങ്ങി. സത്യം. ഇപ്പം എല്ലാരും പറയുന്നത് ഇപ്പൊ ട്രോളുകളൊക്കെ വരുന്നതാണേലും പിണറായി ഒന്ന് മുഖ്യമന്ത്രി ആകാവോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ട്രോളുകളിലൊക്കെ നിറയുന്നുണ്ട്. കാരണം വേറെ ആരും കോൺഗ്രസിനകത്ത് ഒരു മുഖ്യമന്ത്രിയുള്ള അർഹനില്ലെന്നുള്ള ഒരു പരിഹാസ രൂപേണ ജനങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും അതിനൊരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതെ. പിന്നെ മറ്റൊരു മാതൃഭൂമിക്കകത്ത് കൊടുത്തേക്കുന്ന ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് കുറ്റം പാർട്ടിക്ക്, പിണറായിക്കല്ല. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വൻ വിജയമല്ല ഇത്. അതായത് പിണറായിയോടുള്ള എതിർപ്പ്, പിണറായിയുടെ ഭരണവിരുദ്ധ വികാരം, പിണറായിയുടെ ഒരു ഏകാധിപത്യ ഭരണത്തിനെതിരെയുള്ള ജയമാണ് കോൺഗ്രസിന് കിട്ടിയതെന്നാണ് പല രീതിയിലും ആൾക്കാർ പറഞ്ഞിരുന്നത്. അപ്പം UDF തരംഗം സൃഷ്ടിച്ചത് UDF-ന്റെ മികവ് കൊണ്ടല്ല, പകരം ഇടതുപക്ഷത്തെ അടിച്ചമർത്തണം എന്നല്ല, പിണറായി എന്ന ഭരണത്തെ അടിച്ചമർത്തണം എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടിയാണ് ഇടതുപക്ഷത്തെ ഈ പ്രാവശ്യത്തെ ജനങ്ങൾ തോൽപ്പിച്ചത് എന്നൊരു കാര്യമാണ് പൊതുവേ ഉള്ളൊരു പറച്ചിൽ. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതില് മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം MA ബേബി പറയുന്നത് അതായത് പിണറായിയുടെ കുറ്റമല്ലെന്നാണ്. അതായത് ഇപ്പം നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പിനെ പാർട്ടി നേരിടുന്നത് എങ്ങനെയായിരിക്കും, എല്ലാ അംഗങ്ങളെയും ഉൾക്കൊണ്ട് എല്ലാവർക്കും അതിന്റെ ഉത്തരവാദിത്തം ഈക്വലായിട്ട് ഷെയർ ചെയ്തുകൊണ്ടായിരിക്കും പാർട്ടി അത് നേരിടുന്നത്. അപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ നെടുന്തൂണാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നതിനൊരു അപ്പുറം പാർട്ടിക്ക് ഇല്ലെന്ന് തന്നെ കഴിഞ്ഞ 10 വർഷം അങ്ങനെയായിരുന്നു CPM കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പം കോൺഗ്രസിനകത്ത് അതുപോലെ ഒരു പ്രമുഖമായ ഒരു നേതാവ് ഇല്ലാത്തതാണ് അവരുടെ ഒരു പരാജയം എന്ന് നമുക്ക് പറയാം. അപ്പം പിണറായിനെ കുറ്റം പറയുന്നവർ പിണറായിക്കല്ല കുറ്റം എന്നാണ് MA ബേബി പറയുന്നത്. കാരണം ഒരിക്കലും നമുക്കൊരു തെരഞ്ഞെടുപ്പ് പരാജയം ഒരാളുടെ തലയിൽ മാത്രം കെട്ടിവെക്കാൻ പറ്റില്ല. ഇപ്പൊ പിണറായി മാത്രം വിചാരിച്ചുകൊണ്ട് ഒരു തോൽവി ഉണ്ടാകില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം. ഇപ്പൊ ജനങ്ങളാണെങ്കിലും കൂടുതലും ജനങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പിണറായി വിരുദ്ധ വികാരമാണ് UDF-നെ ഇത്രയും വലിയൊരു ജയത്തിലേക്ക് എത്തിച്ചതെന്നാണ്. മറ്റൊരു പ്രധാന വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ നിന്ന് ഒഴിഞ്ഞ ഒരു വാടക വീട്ടിലേക്ക് മാറി എന്നുള്ളതാണ്. ശരിക്കും നമുക്ക് പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തിൽ പോലും പിണറായി വിജയൻ വരത്തില്ല എന്നൊരു കാര്യമാണ് ഇതിലൂടെ നമുക്ക് ഒരു ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രതിപക്ഷ നേതാവ് ഇതിൽ വന്നിരിക്കുന്ന വാർത്ത എന്തെന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവിനെ ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിക്കാനിരിക്കെ ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞ പിണറായി വിജയൻ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ ഇരുനില വാടക മന്ദിരത്തിലേക്ക് താമസം മാറി. ഇതോടെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കില്ലെന്ന അഭ്യൂഹം ശക്തമായി. കണ്ടോൺമെന്റ് ഹൗസാണ് പ്രതിപക്ഷ നേതാവിനായുള്ള ഔദ്യോഗിക വസതി. അതായിരുന്നു. എന്നിട്ട് അദ്ദേഹം വാടക വീട്ടിലേക്ക് മാറി എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നടന്ന മോഹൻലാൽ പിണറായി വിജയൻ അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു, എനിക്ക് സ്ഥാനമാനങ്ങൾ എന്നത് അദ്ദേഹം എപ്പോഴും അത് നിലനിൽക്കുന്ന ഒരു സംഗതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് മാറി മറിഞ്ഞു വരും. ഞാനൊരു സാധാരണക്കാരനാണ്. ഇപ്പം എനിക്ക് ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ അത് നാളെ അത് ഇല്ലാതാകുന്ന ഒരു സാഹചര്യവും ഞങ്ങൾ അഭിമുഖീകരിക്കും. അപ്പോൾ അത് വാടക വീട്ടിലേക്ക് മാറുമെന്നുള്ളൊരു സൂചന അന്നേ അദ്ദേഹം അഭിമുഖത്തിൽ നൽകിയിരുന്നു. ഇപ്പൊ അതാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്ക് അദ്ദേഹം പാലിച്ചു. അതേപോലെ തന്നെ വാടക വീട്ടിലേക്ക്, സാധാരണ ഒരു വീട്ടിലേക്ക് അദ്ദേഹം മാറി, ഒരു സാധാരണക്കാരനായി. അപ്പം ഇതില് ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം അദ്ദേഹം ഇനി പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കില്ലേ എന്നൊരു കാര്യമാണ്. അപ്പം ഇനിയിപ്പം അതായത് ഇത്രയും നാളും പാർട്ടിയുടെ നെടുന്തൂണായി മാറിയ പിണറായി വിജയൻ ഒരു സാധാരണ ഒരു നേതാവ് എന്ന നിലയിലേക്ക് മാറുമോ എന്നാണ് ജനങ്ങളും കൂടുതലും നോക്കി കാണുന്നത്. അപ്പൊ എങ്ങനെയാണ് പക്ഷെ CPM-ന്റെ ഇനി അപ്പം മുന്നോട്ടുള്ള ഒരു ഭാവി എന്തായിരിക്കും? പിണറായി വിജയനെ പോലെ ഒരു കരുത്തുറ്റ നേതാവ് മാറിയാൽ മുന്നോട്ടുള്ള ഭാവി എന്തായിരിക്കും എന്നുള്ളതും ഒരു ഉത്തരമില്ലാത്തൊരു ചോദ്യമായി മാറിയിരിക്കുകയാണ്. ഓക്കെ, ഇനി വേറൊരു വാർത്ത എന്ന് പറഞ്ഞാൽ മാതൃഭൂമിയിലെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തേക്കുന്ന സ്വർണ്ണത്തിരുവ കൂടിയേക്കും. അതായത് നമുക്കറിയാം പശ്ചിമേഷ്യയിലെ യുദ്ധം, അതിന്റെ ഒരു ഭാഗമായിട്ട് പെട്രോൾ, ഡീസൽ, എണ്ണവിലൊക്കെ വലിയ രീതിയിൽ കൂടുന്നുണ്ട്. അപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു നിർദ്ദേശം നൽകിയിരുന്നു, കൂടുതലും വൈദ്യുതി ഉപയോഗിക്കരുത്, അതുപോലെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ. അപ്പം വീണ്ടും സ്വർണത്തിന്റെ തീരുവ കൂടിയേക്കും. അതുപോലെ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ധനവില കൂടിയേക്കുമെന്നാണ് ഇന്നത്തെ ന്യൂസ്. അപ്പം എല്ലാവരും കുറച്ച്
ജാഗ്രതയോടെ വേണം കാര്യങ്ങൾ. ഇപ്പം നമുക്ക് കുറെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ പോകുന്നവരാണെങ്കിലും രണ്ടുപേരും ഒരുമിച്ച് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ കൂടുതലും ഉപയോഗിക്കാതിരിക്കുക, വലുത് വരാനുള്ള ഒരു സൂചന നൽകുന്നുണ്ട്. അപ്പം വീണ്ടും പശ്ചിമേഷ്യയിലെ ഒരു പ്രതിസന്ധി ഇങ്ങനെ തുടരുകയാണെങ്കിൽ നമ്മുടെ ഇപ്പൊ തന്നെ അറിയാം, ആ ഒരു പ്രതിസന്ധി നമ്മള് കേരളത്തിലെ ജനങ്ങൾ ഓർത്തില്ല നമുക്ക് ഇത്രയും രീതിയിൽ അത് എഫക്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം. അപ്പം ഗ്യാസിന്റെ ഒരുപാട് ഇപ്പോഴും ആ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു. അപ്പം അതിൽ നിന്ന് മാറി ഇനി വലിയൊരു പ്രതിസന്ധിയിലേക്ക് കേരളം പോകുമോ എന്നുള്ള കാര്യം ഒരു സംശയമായിട്ട് ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. ജനങ്ങൾ അവരുടേതായ രീതിയിൽ കുറച്ച് ലിമിറ്റേഷൻസ് വെക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്നൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. വേറൊരു വാർത്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിശുദ്ര വരനരികെ പ്രഫുല്ലയ്ക്ക് മന്തിനിദ്ര. ഏറ്റവും വേദനാജനകമായ ഒരു വാർത്തയാണ് ഇത്. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഉടനെ മണി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ മരിക്കുകയും അതിൻ്റെ കൂടെ തന്നെ ആ വേദന താങ്ങാൻ വയ്യാതെ പ്രഫുല്ലയും അദ്ദേഹത്തിന് അരികിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം ഏറ്റവും വേദനാജനകമായ ഒരു വാർത്തയാണ്. നമുക്കറിയാം, വിവാഹ നിശ്ചയം കഴിയുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് അവർ ഒരുപാട് സ്വപ്നങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ സ്വപ്നങ്ങളെല്ലാം സ്വപ്നക്കോട്ടയാണ് തകർന്നടിഞ്ഞത്. അതൊരിക്കലും താങ്ങാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പം പ്രഫുല്ലയും മണിക്കരികിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളൊരു നൊമ്പരപ്പെടുത്തുന്ന വാർത്തയാണ് ആദ്യത്തെ ഫ്രണ്ട് പേജിൽ തന്നെ കേരള കൗമുദി കൊടുത്തിരിക്കുന്നത്. അപ്പം മാതൃഭൂമിയുടെ ഉള്ളിലോട്ട് വരുമ്പം നമുക്കൊരു പ്രാദേശികമായിട്ടൊരു വാർത്തയുണ്ട്. അത് പക്ഷെ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ്. അതായത് പോത്ത് കോഴി ഇറച്ചി വില കൂടുന്നു. അതായത് പോത്തിന് 500 കോഴിക്ക് 175 രൂപയായി കൂടുകയാണ്. അപ്പൊ നമുക്കറിയാം, മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതെ, മറ്റു വിഷയങ്ങൾ, അതായത് യുദ്ധമോ കാര്യങ്ങളൊന്നും അല്ല. നമുക്കറിയാം, ഇതില്ലാതെ നമുക്ക് പറ്റില്ല. സംസ്ഥാനത്ത് മാംസവില കൂടുന്നു. അതായത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കന്നുകാലി കോഴി വരവ് ഗണ്യമായി കുറഞ്ഞതാണ് കാരണം. അപ്പൊ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഇത് കുറഞ്ഞതുകൊണ്ടാണ് ഈ വില വർധനവ് കൂടിയത്. അപ്പൊ ഇതുമൂലം ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഒരു കിലോഗ്രാം പോത്തിറച്ചിക്ക് ഒരു വർഷം മുമ്പ് 380 രൂപയായിരുന്നു. ഇപ്പോൾ അത് 480 മുതൽ 500 രൂപ വരെ ആയി നൽകണം. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വരവ് പകുതിയായി കുറഞ്ഞതും ചരക്ക് നീക്കത്തിലെ തടസ്സങ്ങളുമാണ് പോത്തിറച്ചിയുടെ വില കൂടുന്നത്. അപ്പം പോത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ പ്രിയമേറിയത്. അതെ, അതുകൊണ്ട് അപ്പം അതിന്റെ വില കൂടുന്നെന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖപ്പെടുത്തുന്ന വാർത്തയാണ്. അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറി വിലയിലും ഒരു അന്താളിപ്പ് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് കുതിച്ചുയർന്ന പച്ചക്കറി വില ജനത്തിന് അന്താളിപ്പ്. നിത്യോപയോഗ സാധനങ്ങൾക്ക് പിന്നാലെ കുതിച്ചുയർന്ന പച്ചക്കറി വിലയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് സാധാരണക്കാർ. ഭൂരിഭാഗം ജനങ്ങൾക്കും 10 മുതൽ 15 രൂപയാണ് ഭൂരിഭാഗം ഇനങ്ങൾക്കും 10 മുതൽ 15 രൂപയാണ് വർദ്ധിച്ചത്. മിക്കതിനും വില 50-ന് മുകളിലാണ്. പാചകവാതക ക്ഷാമത്തിനുണ്ടായ പച്ചക്കറി വിലക്കയറ്റം ഹോട്ടൽ മേഖലയ്ക്കും ഇരുട്ടടിയായി. അതായത് പച്ചക്കറി ഈ ചൂട് കാരണം നമുക്ക് തന്നെ അസഹനീയമായ ചൂട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലോ. അപ്പം പച്ചക്കറികളുടെ കാര്യം പറയണോ? വാടി ഉണങ്ങി കരിഞ്ഞ് പച്ചക്കറി ഉൽപാദനത്തിൽ ഇതൊരു വൻതോതിൽ ഇത് ബാധിക്കുന്നുണ്ട്. അതിന്റെ പ്രതിഫലനമായിട്ടാണ് ഇപ്പം വില വർധനവ് ഉണ്ടായത്. വില വർധനവ് അത് ഹോട്ടൽ മേഖലയും ബാധിക്കും. ഇപ്പൊ തന്നെ ഗ്യാസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം അതിന്റെ പുറമെ പച്ചക്കറി വിലയിലും വർധനവ് വന്നു കഴിഞ്ഞാൽ അത് കേരളത്തില് ഒന്നടങ്കം ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമായി മാറും. മോദി പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കേരളം പോകുന്നതെന്നുള്ള ഒരു സൂചനയാണ്. ഇപ്പം മാംസത്തിന്റെ വില കൂടുന്നു, അതുപോലെ പച്ചക്കറി കൂടുന്നു, ഗ്യാസ്, അപ്പം ഹോട്ടൽ മേഖല നശിക്കുന്നു, ഇന്ധന ലഭ്യതയുടെ കുറവ്, സാധാരണക്കാരെയും അതുപോലെ ഇതുപോലെ ചെറുകിട വ്യവസായികളെയുമാണ് കൂടുതൽ ബാധിക്കുന്നത്. അപ്പൊ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് സർക്കാർ വൈകുന്നു ഭരണസ്തംഭനത്തിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് സർക്കാർ രൂപവൽക്കരണം വൈകുന്നത് ദൈനംദിന പ്രവർത്തനങ്ങൾക്കപ്പുറമുള്ള ഭരണ നടപടികൾ അവതാളത്തിലാക്കുന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നീക്കിയിട്ട് 6 ദിവസമായെങ്കിലും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും സർക്കാർ പ്രവർത്തനം. അതായത് വിദ്യാഭ്യാസ വകുപ്പിലും പോലീസിലും സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള നടക്കാത്തത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇത് നമുക്കറിയാം, മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാത്തത് കൊണ്ട് തന്നെ പല വിധത്തിലുള്ള വകുപ്പുകളിലാണ് അതിന്റെ ഒരു ഇതിപ്പോ സ്കൂളൊക്കെ നിസ്താര കാര്യമായി നമുക്ക് കാണേണ്ടതില്ല. അതായത് ഇത് വൻതോതിൽ കേരളത്തിൽ പ്രതിഫലിക്കുന്ന ഒരു കാര്യമാണ്. ഈ മുഖ്യമന്ത്രി ആര് എന്നുള്ളൊരു ചോദ്യം
കിട്ടാതെ വരികയാണെങ്കിൽ ഇപ്പം ഫലപ്രഖ്യാപനം 4-ാം തീയതി വന്നു കഴിഞ്ഞു. അതിനുശേഷം അതിന് പിറ്റേ ദിവസമാണ് നമുക്ക് മനസ്സിലാവേണ്ടത് അവര് സത്യപ്രതിജ്ഞ ചെയ്ത് കയറേണ്ട സമയമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിലൊക്കെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു. അവര് പല ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത് വിജയ് മദ്യഷോപ്പുകള് അടച്ചു പൂട്ടും എന്നുള്ളൊരു കാര്യമാണ്. സ്കൂളിന് അടുത്തുള്ള അതുപോലെ പള്ളികൾക്ക് അടുത്തുള്ള മദ്യഷോപ്പുകൾ പൂട്ടും എന്നുള്ളത്. അവര് വന്ന് ഭരണത്തിലേറി ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു. എന്നിരുന്ന നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും ഇതൊരു സ്തംഭന മട്ടിലാണുള്ളത്. ഭരണമാറ്റത്തിൽ ഉദ്യോഗസ്ഥരിൽ ഉയരുന്നു സ്ഥലമാറ്റ ആശങ്ക എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഭരണമാറ്റത്തോടെ രാഷ്ട്രീയ പ്രേരിത സ്ഥലം മാറ്റത്തിന്റെ ആശങ്കയിലാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ. UDF ഭരണത്തിൽ ഏറിയപ്പോൾ തന്നെ അതിന്റെ ഒരു ഭവിഷ്യത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് കൂട്ടത്തോടെ സ്ഥലം മാറ്റുകയാണ് ഉദ്യോഗസ്ഥരെ മാറ്റുന്നു. അവര് ഈ 10 വർഷം അടക്കി വെച്ച പക തീർക്കുന്നു എന്ന് നമുക്ക് പറയാം. ഈ 10 വർഷം അവര് കാത്തിരുന്നതിന് വേണ്ടി ഒന്നടങ്കം എല്ലാവരെയും സ്ഥലം മാറ്റുന്നു. വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുപോലെ നമുക്ക് സ്കൂളൊക്കെ തുറക്കാൻ പോകുന്ന ഒരു ടൈമാണ്. അപ്പം വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു തീരുമാനമാകാത്തത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഭാവി ഇനി എങ്ങനെയാകും എന്നുള്ളൊരു സംശയവും നിലനിൽക്കുന്നുണ്ട്. വിദ്യാഭ്യാസം ഇമ്പോർട്ടന്റ് ആയിട്ട് പല മേഖലകളും ആരോഗ്യം, വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ സ്തംഭനാവസ്ഥയിലാണ് ഇപ്പൊ എല്ലാം. ഒരു ചെറിയ കാര്യമല്ലല്ലോ, ഒരു ഇതിനെല്ലാം നിയന്ത്രിക്കാൻ ഒരാള് എന്നുള്ളൊരു ചെറിയ കാര്യമല്ല. അപ്പം ആ ഒരു കാര്യത്തിലാണ് ഇപ്പം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ഇനിയിപ്പോ ഈ അനിശ്ചിതത്വം മുന്നോട്ട് പോവുകയാണെങ്കിൽ സാധാരണക്കാരും എങ്ങനെ അതെ ഇനിയിപ്പോ വലിയൊരു സമരത്തിലേക്ക് മുഖ്യമന്ത്രി ജനങ്ങൾ തന്നെ ഇനി തെരഞ്ഞെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു സന്തോഷം പകരുന്ന ചെറിയ രീതിയിൽ സന്തോഷം പകരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ കുടവിപണി നിവർന്നു, വ്യാപാരികൾ ഹാപ്പി. സാധാരണയായിട്ട് ജൂണൊക്കെ ആകുമ്പോഴും മഴക്കാലം വരുന്നത്, പക്ഷെ ഇപ്പൊ വേനൽക്കാലത്തിലെ കുടവിപണിയില് അത് വർധനവുണ്ടായി എന്നുള്ളതാണ്. ചൂട് അസഹനീയമായതുകൊണ്ട് അവർക്ക് ചെറുകിട വിപണിക്കാർക്ക് വ്യാപാരികൾക്ക് അതൊരു സന്തോഷം പകരുന്ന വാർത്തയാണ്. വേനൽ മുതൽ കുടവിപണി ഉഷാറായതിന്റെ സന്തോഷത്തിൽ വ്യാപാരികൾ. മഴക്കാലത്ത് മാത്രം കുടി അന്വേഷിച്ച് വരുന്നവർ കടുത്ത വേനലിലും കുട തേടി. 2.5 മാസമായി വിപണി ഉഷാറാണ്. ആദ്യ സ്റ്റോക്ക് തീർന്ന് സ്കൂൾ വിപണിക്കായി വ്യാപാരികൾ പുതിയതെടുത്തു. അതൊരു ശരിക്കും സന്തോഷ വാർത്തയുടെ ഇടയിൽ ഇത്രയും ഭീതിജനകമായ കുറെ വാർത്തകൾക്ക് ഇടയിൽ ഒരു സന്തോഷ വാർത്ത എന്നുള്ളത്. സാധാരണ ജൂണൊക്കെ ആകുമ്പോഴാണ് മഴ വരാറുള്ളത്. പക്ഷെ നമുക്ക് ചൂട് നമുക്ക് ഒട്ടും സഹിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് മഴ പെയ്യണമെന്നുള്ളൊരു ഇത്. ചൂട് കാരണം സാധാരണ ജൂണൊക്കെ നമ്മളെല്ലാരും സ്കൂൾ തുറപ്പിന്റെ ഭാഗമായി കുടകളൊക്കെ വാങ്ങാൻ തുടങ്ങാറുള്ളത്. ഇപ്പം മെയ്യില് തന്നെ മെയ്ക്ക് മുന്നേ തുടങ്ങി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത്, അതായത് പ്രധാനമന്ത്രി രാജ്യം ഭരിക്കാൻ പ്രാപ്തനെന്ന് രാഹുൽ ഗാന്ധി. അതായത് മോദി ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വർണം വാങ്ങുന്നതും അതുപോലെ ഇന്ധനം ഉപയോഗിക്കുന്നതും കുറയ്ക്കണമെന്നതടക്കമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തെ രൂക്ഷമായി വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അപ്പൊ പശ്ചിമേഷ്യൻ യുദ്ധം ഉയർത്തുന്ന വെല്ലുവിളികളെ അടിസ്ഥാനമാക്കിയാണ് മോദി അങ്ങനെ ഒരു നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയത്. അപ്പൊ അതിന്റെ ബേസിൽ പ്രധാനമന്ത്രി രാജ്യം ഭരിക്കാൻ പ്രാപ്തനല്ലെന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പൊ വിട്ടുവീഴ്ച പ്രധാനമന്ത്രി രാജ്യം നയിക്കാൻ പ്രാപ്തിയുള്ള ആളല്ലെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. 12 വർഷത്തെ ഭരണത്തിന് ശേഷം ജനങ്ങൾക്ക് എന്തു വാങ്ങണം, എവിടെ പോകണം, എന്ത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് രാജ്യം എത്തിയത്. അപ്പം മോദിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. പക്ഷെ മോദി അതെങ്ങനെയും ആ സംഘർഷം മാറ്റാനുള്ള ഒരു നടപടിയാണ് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ മോദി ഏറ്റെടുക്കേണ്ടത്. അല്ലാതെ ജനങ്ങളിപ്പം നമ്മളോടിപ്പം എത്ര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞാലും നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നടത്താതിരിക്കാൻ ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കും. തുടക്കത്തിലൊക്കെ മോദി സർക്കാരിന്, അതായത് ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് പാകിസ്ഥാനെ ചേർത്ത് നിൽക്കാൻ നല്ലൊരു ഭരണാധികാരിയായിട്ട് നമ്മൾ മോദി സർക്കാരിനെ രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നിൽ തലകുനിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സന്ദർഭ ഘട്ടത്തിൽ ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ സാധിക്കാത്ത പ്രധാനമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ജനങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ ഒരു ജീവിതത്തെ അത് സാരമായിട്ട് ബാധിക്കും. ഇപ്പൊ നമ്മളെ എത്ര സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അന്നുള്ള ഒരു ജോലി ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും അവർ. അപ്പൊ അവർക്ക് ഇത്തരത്തിൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാന്ന് പറയുമ്പോൾ അപ്പൊ ഭാവി ജീവിതം എങ്ങനെയാണെന്നുള്ളൊരു പേടി അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കും. അപ്പം
അപ്പൊ ഇത്തരത്തിലൊരു നിയന്ത്രണങ്ങളൊക്കെ കൊണ്ട് അതിന് പകരം നല്ലൊരു രീതിയിൽ, ഒരു അതായത് പോംവഴി കണ്ടെത്തുക എന്നതാണല്ലോ ഇവരുടെ ചുമതല. പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ ആ ഒരു കാര്യത്തില് ഇനി ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ അതിനെ ആ തടസ്സം നീക്കേണ്ടതായ പ്രവർത്തികൾ അവർ ചെയ്യണം. അല്ലാതെ മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ അടിയറവ് വെക്കേണ്ടതല്ല അദ്ദേഹം നയിക്കുന്ന പദവി എന്നുള്ളൊരു കാര്യം നമ്മൾ. അതെ, അമേരിക്ക ഇറാൻ യുദ്ധത്തിലാണെങ്കിൽ പോലും ഇറാൻ നമ്മുടെ കപ്പലിനെ കടത്തിവിടാൻ, ഹോർമുസ് കടലിടുക്കിലൂടെ കടത്തിവിടാൻ അനുവദിച്ചിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ചെറിയ തോതിലെങ്കിലും ആ ഗ്യാസിന്റെ പ്രതിസന്ധി മാറിയതാണ്. അതുപോലെയുള്ള നല്ല രീതിയിലുള്ള നടപടികളാണ് മോദിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള നല്ലൊരു നടപടി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത്, ആവശ്യത്തിന് ഇന്ധനശേഖരമുണ്ട്, പരിഭ്രാന്തി വേണ്ടെന്ന കേന്ദ്രം. അതായത് രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ പ്രകൃതിവാതകത്തിന്റെയും പാചകവാതകത്തിന്റെയും വേണ്ടത്ര ശേഖരം ഉണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ജനങ്ങൾ പരിഭ്രാന്തരായി ഇവയും മറ്റ് അവശ്യ വസ്തുക്കളും വാങ്ങി കൂട്ടരുതെന്നും വ്യക്തമാക്കി. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഗ്യാസ് കിട്ടുന്നില്ലെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഓടുകയാണ് ബുക്ക് ചെയ്യാനും പെട്ടെന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന്റെ ആവശ്യം ഇല്ലെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. പിന്നെ മോദി എന്തിനാണ് അങ്ങനെ ഒരു നിർദ്ദേശം അല്ലേ നൽകിയെന്നുള്ളത് നമുക്ക് സംശയമാണ്. അപ്പൊ ആവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടർ ആണെങ്കിലും എല്ലാം ഉണ്ടെന്നാണ്. അവലാതിപ്പെടുന്ന ജനങ്ങളെ സമാധാനിപ്പിക്കാൻ അത് രണ്ട് നടപടിയാണ് കേന്ദ്രം. പെട്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പെട്ടെന്നൊരു സന്ദർഭത്തില് ഒരു അനിശ്ചിതാവസ്ഥ വരികയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. അപ്പം ഒരു കരുതൽ നല്ലതായിരിക്കാം. ഇപ്പം ഓടിക്കൂടി എല്ലാം കൂടെ വാങ്ങിച്ചു കൂട്ടരുതെന്നുള്ള ഒരു ഇതാണ്. പക്ഷെ നേരത്തെ പറഞ്ഞത് ഒരു നിയന്ത്രണം വേണമെന്നും നിയന്ത്രണം ഓക്കെ, ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഏതൊരു സാഹചര്യത്തിൽ എത്ര പെട്ടെന്ന് എന്ത് സംഭവിക്കാന്നുള്ള ഒരു കരുതൽ വേണം. എന്നിരുന്നാലും പരിഭ്രാന്തി വേണ്ട എന്നതാണ് കേന്ദ്രം പറയുന്നത്. ഓക്കെ, നമുക്ക് കേരള കൗമുദിലേക്ക് വരികയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, കോട്ടയം ജില്ലയിലെ മൊത്തം എല്ലാ മണ്ഡലങ്ങളിലെ സീറ്റും ജനങ്ങൾ UDF തൂത്തുവാരി എന്നുള്ളൊരു കാര്യമാണ്. വൈക്കം നിയോജക മണ്ഡലം നമുക്ക് എവർക്കും അറിയാലോ. വൈക്കം നിയോജക മണ്ഡലം വർഷങ്ങളായി ഇടത് കോട്ടയായിരുന്നു. ആ ഇടത് കോട്ടയെ തകർത്താണ് UDF ഇപ്പൊ മുന്നേറിയിരിക്കുന്നത്. അപ്പം ഈ വൈക്കത്ത് നടന്ന ഈ തോൽവിയെ വിലയിരുത്താൻ 15-ന് ബിനോയ് വിശ്വത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടക്കുമെന്നുള്ളൊരു കാര്യം ഇതിനകത്തുണ്ട്. ഇടത് കോട്ടയായ വൈക്കത്തുണ്ടായ അപ്രതീക്ഷിത വലിയൊരു തോൽവി വിലയിരുത്തുന്ന മണ്ഡലം കമ്മിറ്റി യോഗം 15-ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കും. തോൽക്കാനുള്ള സാഹചര്യത്തിനൊപ്പം സംഘടനാ പ്രശ്നങ്ങളും ചർച്ചയാകും. സംസ്ഥാനത്താകമാനം ഇടത് കേന്ദ്രങ്ങളിൽ തിരിച്ചടി ആയെങ്കിലും ബിനോയ് വിശ്വത്തിന്റെ നാട്ടിലുണ്ടായ തോൽവി നാണക്കേടായി. 3 പതിറ്റാണ്ടായി വൈക്കത്ത് തോൽവി അറിയാത്ത CPIയുടെ പരാജയത്തിൽ കാലുവാറൽ അടക്കമുള്ള ആക്ഷേപം ഉയർത്തുന്നുണ്ട് പ്രവർത്തകർ. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൈക്കത്തിന്റെ തോൽവി എന്തുകൊണ്ടാണ്, ഇത്രയും വർഷങ്ങളായിട്ടുള്ള ഇടതുകോട്ട തകർത്ത UDF ഭരണത്തിൽ വന്നത് എന്തുകൊണ്ടാണെന്നുള്ളൊരു വിലയിരുത്തൽ 15-ന് നടക്കുമെന്നതാണ്. തോൽവികൾ എന്താണ് കാരണം, മൊത്തത്തിലുള്ള തോൽവി എന്താണെന്നുള്ള കാര്യം ഒരു വിലയിരുത്തി പരിഹാരം. കോട്ടയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ VN വാസവൻ അടക്കമുള്ള നേതാക്കള് പരാജയപ്പെട്ടു LDF-ന്. മൊത്തത്തിൽ കേരളത്തിന് തന്നെ വലിയൊരു തോൽവിയാണ്. ഇപ്പം LDF-ന്റെ തട്ടകമായിരുന്ന പല മണ്ഡലങ്ങളും കോട്ടകളെല്ലാം തകർത്ത് UDF മുന്നേറുകയാണ്. അപ്പൊ അതിന്റെ തോൽവിയുടെ കാരണം ഒരു വശത്ത് ഇടതുപക്ഷം പരിശോധിക്കുമ്പോൾ മറുവശത്ത് മുഖ്യമന്ത്രിക്ക് ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി ആരാകും എന്നുള്ള കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള അടിയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പം വേറൊരു കൗതുകരമായ വാർത്ത എന്ന് പറയുന്നത്, MA യൂസഫ് അലി UAE സമ്പന്നനായ മലയാളി. അതായത് UAE സമ്പന്നരായ വിദേശികളുടെ പട്ടിക പ്രസിദ്ധീകരിച്ച ഫോർബ്സ് മിഡിൽ ഈസ്റ്റ്. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആയ ബിനാൻസ് സ്ഥാപകൻ ചാങ്പെങ് ഷാവോയാണ് പട്ടികയിൽ മുന്നിൽ. അത് $110 ബില്യൺ ആസ്തി, അതായത് 10.47 ലക്ഷം രൂപ. അപ്പം ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയാണ് പട്ടികയിൽ ഏറ്റവും സമ്പന്നനായ മലയാളി. ഇപ്പം നമുക്ക് അദ്ദേഹത്തിന്റെ കാര്യം അറിയാം, ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട് അങ്ങനെ വിദേശത്തൊക്കെ. അതെ, അപ്പം അദ്ദേഹം ഇപ്പം UAE സമ്പന്നനായ മലയാളി ആയിരിക്കാണ് ഫോർബ്സ് മിഡിൽ ഈസ്റ്റ് പട്ടികയിൽ ഏറ്റവും സമ്പന്നനായിട്ടുള്ള മലയാളി. അപ്പൊ മലയാളികൾക്ക് അഭിമാനിക്കാം. അതെ, മലയാളികൾക്ക് അഭിമാനിക്കുന്ന ഒരു വാർത്തയാണ്. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ആ ചിരി ഒരിക്കലും മലയാളികളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകത്തില്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിത്വമാണ്. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, സമാധാനം ഇനിയും അകലെ. അതായത് ഇറാന്റെ സമാധാന നിർദ്ദേശം തള്ളി ഡൊണാൾഡ് ട്രംപ്. ഇതൊരു തീരുമാനമില്ലാത്തൊരു കാര്യമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവര് ഓരോ കരാർ കൊടുക്കുമ്പോൾ അത് ട്രംപ് തള്ളിയാണ്. ഓരോ കാര്യങ്ങളും പറഞ്ഞതിന്റെ ഉദ്ദേശം നടക്കുന്നവരെ അദ്ദേഹം ഇങ്ങനെ ചെയ്തുകൊണ്ട്, അതായത് ഇറാനെ അവിടുത്തെ ഭരണം അട്ടിമറിച്ച് ട്രംപ് സ്ഥാപിക്കുന്ന ഒരു ഭരണം കൊണ്ടുവരാനാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളൊരു കാര്യം ട്രംപിനും ഉണ്ടെന്ന അവരുടെ സാമ്പത്തിക നിലയാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ കർക്കശ സ്വഭാവം വിട്ടുപിടിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്.
അപ്പോൾ ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ ഇറാൻ മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശം പൂർണ്ണമായും അസ്വീകാര്യമാണെന്ന് പറഞ്ഞ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞു. US മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശത്തിന് മറുപടിയായാണ് മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴി ഇറാൻ പുതിയത് അവതരിപ്പിച്ചത്. ഓക്കെ, ഇപ്പൊ പാകിസ്ഥാനാണ് മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധമാണ്. ഇനിയിപ്പം മെയ് 12 എന്നിട്ടും ഒരു തീരുമാനമില്ലാതെ അത് മുന്നോട്ട് പോവുകയാണ്. അപ്പം ഇറാന്റെ സമാധാന കരാറ് വീണ്ടും ഡൊണാൾഡ് ട്രംപ് തള്ളിയിരിക്കുക. അപ്പൊ ഇതിനൊരു അന്ത്യമില്ലാത്ത ഒരു ഇത് തന്നെയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ സ്പോർട്സിലോട്ട് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനം ഇപ്പം നമുക്കറിയാം എല്ലാവരും ആവേശത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന IPL ആണ്. IPL കാണുമ്പോൾ IPLന്റെ സീസൺ തുടങ്ങുമ്പോൾ തന്നെ മലയാളികൾക്ക് ഭയങ്കര ആവേശം. മലയാളികൾക്കെല്ലാം ഇന്ത്യയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് ക്രിക്കറ്റിന്റെ ഒരു ആവേശത. ഇപ്പം IPLന്റെ ആവേശത്തിലാണ് മലയാളികൾ അടക്കമുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ. അപ്പം ഇന്നലെ നടന്ന മത്സരത്തിലാണെങ്കിലും ഏറ്റവും ഇപ്പം പഞ്ചാബിനെ വീഴ്ത്തി പ്ലേ ഓഫ് സാധ്യത നിലനിർത്തി ഡൽഹി. അപ്പം ഇന്നലെ പഞ്ചാബും ഡൽഹിയും തമ്മിലുള്ള മത്സരമായിരുന്നു. അപ്പം ഡേവിഡ് മില്ലറിനും അക്സർ പട്ടേലിനും അർദ്ധ സെഞ്ചുറി. അപ്പോൾ ഡേവിഡ് മില്ലറുടെയും ക്യാപ്റ്റൻ അക്സർ പട്ടേലിന്റെയും മിന്നൽ ബാറ്റിംഗിലൂടെ പഞ്ചാബ് കിങ്സിനെതിരെ 3 വിക്കറ്റിന് ജയം പിടിച്ചെടുത്ത് IPL പ്ലേ ഓഫ് സാധ്യത നിലനിർത്തി ഡൽഹി. അപ്പം അതായത് പഞ്ചാബ് നമുക്കറിയാം നല്ല രീതിയിൽ തുടക്കം മുതലേ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു ടീമായിരുന്നു. അപ്പം അവരെ വീഴ്ത്തി പ്ലേ ഓഫ് സാധ്യത ഡൽഹി നിലനിർത്തിയിരിക്കുകയാണ്. അപ്പം ഇനി മുന്നോട്ടുള്ള അറിയില്ല എങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഓരോ കളിയിലും നമുക്ക് അറിയത്തില്ല ആർക്കാണ് വിജയം എന്നുള്ളത്. ഇപ്പൊ ഇത് ക്രിക്കറ്റ് ഇത് കളി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഭാഗ്യം അതുപോലെ എല്ലാം കൂടെ പിന്തുണയ്ക്കേണ്ട ഒരു ഇതാണ്. അപ്പം മുന്നോട്ട് ഇവരിപ്പോ പ്ലേ ഓഫ് സാധ്യത നിലനിർത്തിയിരിക്കുകയാണ് ഡൽഹി. അപ്പൊ എന്താണെങ്കിലും മുന്നോട്ടുള്ള കളിയിൽ ആര് കപ്പ് നേടുമെന്ന് നമുക്ക് നോക്കാം. ഇതില് പറയുന്ന കായികത്തിലേക്ക് വരികയാണ്. പരിക്കിലും പതറാതെ മാച്ച് വിന്നർ കൃണാൽ, അതായത് അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞ IPL പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ വിജയശില്പിയായ കൃണാൽ പാണ്ഡ്യ ബാറ്റ് ചെയ്ത് പരിക്കുകളോടും പടവെട്ടിയെന്നാണ്. അദ്ദേഹത്തിന്റെ പരിക്കുകളൊക്കെ അതിജീവിച്ച് അദ്ദേഹം കളിക്കളത്തിൽ ഇറങ്ങി എന്നുള്ളൊരു കാര്യമാണ്. അത് ചെറിയൊരു കാര്യമല്ല. മത്സരാർത്ഥികളെല്ലാവരും ഇത്തരം ആർജവത്തോടെ മുന്നോട്ട് വരണം. അദ്ദേഹത്തിന്റെ പരിക്കുകൾ അദ്ദേഹത്തിന്റെ സ്വപ്നമാണല്ലോ ഇത്. അപ്പം ഈ പരിക്കുകളൊന്നും ഒരു കാര്യമേ അല്ല. അതിന് വകവെക്കാതെയാണ് മത്സരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. മത്സരത്തിന് ശേഷം കൃണാൽ തന്നെ തന്റെ വയറിന്റെ ഭാഗത്തേറ്റ പരിക്കിന്റെ പാട് സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടു. ചില മുറിവുകൾ നമ്മൾ നടത്തിയ പോരാട്ടത്തിന്റെ മൂല്യം തെളിയിക്കുന്നതാണെന്ന ക്യാപ്ഷനോടെയാണ് കൃണാൽ ചിത്രം പങ്കുവെച്ചത്. അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു എഫോർട്ട് ആ ഒരു ചിത്രത്തിലൂടെ അദ്ദേഹം പങ്കുവെച്ചു. ആ എഫോർട്ട് ചെറിയൊരു കാര്യമല്ല. മലയാളികളെ എവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അതായത് എല്ലാവരും ആകാംക്ഷയോടെ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ എന്ത് രസമാണ് കാണാനല്ലേ. ഇവരുടെ കളിക്കളമാണെങ്കിൽ എല്ലാം നമ്മൾ ആവേശത്തോടെ നോക്കുമ്പോൾ പോലും ഇത്തരം വേദനകളൊക്കെ അടക്കി പിടിച്ചാണ് ഇവര് ആ ഒരു കാര്യം വിജയത്തിൽ എത്തിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് അവരും കടന്നു പോകുന്നത്. അതെ, അവരുടെ ട്രയൽ ടൈമിലാണെങ്കിൽ പോലും അവര് ഒരുപാട് മുറിവുകളും എല്ലാം ചതവുകളും മുറിവുകളും അവരുടെ ആരോഗ്യകരമായ പ്രശ്നങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടാണ് അവരുടെ ഈ മത്സരങ്ങളിലൊക്കെ ഇറങ്ങുന്നത്. പിന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ലക്നൌവിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിലെ താരം ഉർവിൽ പട്ടേൽ 13 പന്തിൽ 50 റൺസാണ് അടിച്ചത്. അത് വലിയൊരു അവരുടെ ഒരു ചെന്നൈ വിജയത്തിലേക്ക് നയിച്ചത് ആ റൺസ് ആയിരുന്നു. അപ്പം ഉർവിൽ പട്ടേലിന്റെ ഇൻസ്റ്റയിലും എക്സിലും പിൻ ചെയ്തിരിക്കുന്ന ഫോട്ടോകളിലും വീഡിയോകളിലും ധോണിയാണ്. അപ്പം ബാറ്റിങ്ങിന് ഇറങ്ങുന്ന ധോണിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തതിൽ കുറിച്ചിരിക്കുന്ന ഇങ്ങനെ: ഐ ഡോണ്ട് നോ ഹൗ ടു ഡിസ്ക്രൈബ് ദിസ് മാൻസ് ലെഗസി. ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഉർവിലിന്റെ ഹീറോയാണ് മഹേന്ദ്ര സിംഗ് ധോണി. അപ്പോൾ ലക്നൌവിനെതിരെ 13 പന്തിൽ 50 അടിച്ച് IPLലെ വേഗമേറിയ അർദ്ധ സെഞ്ചുറിക്ക് എത്തിയ ഉർവിൽ ഇനി ഇന്നിങ്സിൽ ഒരു ധോണി ടച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ധോണിയുടെ ഒരു ടച്ച് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഹാപ്പി ആയിരുന്നു. 13 പന്തിൽ 50 റൺസ് അടിക്കാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പൊ ചെന്നൈയുടെ ഒരു ലക്നൌവിനെതിരായ മത്സരത്തിലും ചെന്നൈയുടെ ഒരു വിജയത്തിലേക്ക് നയിച്ചത് ആ റൺസ് ആയിരുന്നു. അപ്പം അദ്ദേഹം അതായത് അദ്ദേഹത്തിന്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് തന്നെ മഹേന്ദ്ര സിംഗ് ധോണിയാണ്. അപ്പം മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒരു ടച്ച് അതിനുണ്ടായെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അദ്ദേഹത്തെ ഒരു താരത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഇൻസ്പിറേഷൻ ആവാൻ കഴിഞ്ഞു. അതെ. അപ്പൊ നമ്മൾ ഏകദേശം വാർത്തകളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പൊ അടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതെ, അടുത്ത എപ്പിസോഡുമായി.